ആചാരപ്പെരുമയിലാണ് ആറന്മുള ക്ഷേത്രം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ഒരുക്കാനായി വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുളയിലെത്തിയിട്ടുണ്ട്. തിരുവോണ ദിവസം വലിയ തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ആറന്മുളയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ ദേവിനൊപ്പം ഒരു അതിഥിയുമുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതെ രാജേഷ്, അശ്വതി, നമസ്കാരം. ഇന്നിപ്പോൾ രണ്ടുപേർക്കും ഓണാശംസകൾ. അതോടൊപ്പം ഞാനിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, ശ്രീ കുമ്മനം രാജശേഖരൻ. എങ്ങനെയാണ് ഓണമൊക്കെ എങ്ങനെയാണ്? ഓണം ശരിക്കൊരു വലിയ ജനസമൂഹം ഒന്നാകെ സന്തോഷത്തിലും ആനന്ദത്തിലും തിമിർത്ത് ആടുന്ന ഉത്സവത്തിൽ പങ്കുകൊള്ളുന്ന ഒരു നല്ല കാഴ്ചയാണ് ഈ ആറന്മുളയുടെ പരിസര പ്രദേശത്ത്, പ്രത്യേകിച്ച് പമ്പാനദിയുടെ തീരപ്രദേശങ്ങളിലെല്ലാം. കാരണം ഇന്നലെ ഈ തിരുവോണത്തോണി കാട്ടൂർ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിന്നും കടവിൽ നിന്നും ആരംഭിച്ചതു മുതൽ വാസ്തവം ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒരു രാത്രിയും ഒരു വെളുപ്പിനും എല്ലാം ആ ഒരു തിരുവോണത്തോണി എതിരാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച, തിരുവോണത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദർശനമാണ് വളരെ പ്രധാനം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ തിരുവോണത്തോണി വരുന്നതും എതിരേൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഒരു ആനന്ദോത്സവമായി ഈ ഒരു തിരുവോണ ദിവസം മാറുകയാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ത്യാഗത്തിൻ്റെ ഒരു സ്മരണ കൂടി പുതുക്കുകയാണ്. ഇവിടുത്തെ ഒരു കാരാഴ്മ, ഇവിടുത്തെ പൂജാദികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പേർ ഉപവസിക്കുന്നു എന്ന് പറയുന്നത്, അതും തിരുവോണ ദിവസം എല്ലാവരും സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ച് സദ്യയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവിടെ 2 പേർ ഉപവസിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ മഹാത്യാഗമാണ്. ഒരു ഓർമ്മയെ, ഒരു പശ്ചാത്തലത്തോടു കൂടി ഒരു സമൂഹമാണ് വലുത്, മറ്റുള്ളവരുടെ വേദനയും അവരുടെ കഷ്ടപ്പാടും ദുഃഖവുമാണ് തനിക്ക് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു മഹത്തായ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ഉദാത്തമായ ഒരു വിശിഷ്ടമായ സന്ദേശമാണ് നൽകുന്നത്. അങ്ങനെ ഈ ആറന്മുള പരിസര പ്രദേശത്ത് നടക്കുന്ന ഓണാഘോഷങ്ങൾക്കെല്ലാം പ്രത്യേകമായ ഒരു യുണീക്ക്നെസ്, ഒരു പുതുമയുണ്ട്. ഒരു മറ്റുള്ളതിൽ നിന്നും വ്യതിരിക്തമായ ഒരു സ്വഭാവ സവിശേഷതകളുണ്ട് ഇവിടുത്തെ ഓണാഘോഷത്തിന്. ഇവിടുത്തെ ആറന്മുളയെ സംബന്ധിച്ച് ഓണം വലിയൊരു ആഘോഷം തന്നെയാണ്. ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ. അതെ, ആ പ്രത്യേകതകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ ഓണം എങ്ങനെയാണ് ഇപ്രാവശ്യം? അല്ല, ഞാൻ എല്ലാ വർഷവും ഇവിടെ ഓണക്കാലത്ത് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ വീടുകളിൽ പോവുക, ഇവിടുത്തെ ജനങ്ങൾ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിൽ എല്ലാവരും ഭേദചിന്തകൾ മറന്ന് എല്ലാ കരകളിൽ നിന്നും ഉള്ളവർ വള്ളപ്പാട്ടും പാടി അങ്ങനെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്, ഒരു സവിശേഷതയാണ്. മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയാത്ത സവിശേഷതയാണ്. ഇപ്പോൾ തന്നെ ഓരോ വള്ളത്തിലും വന്നവർ ഇവിടെ വന്ന് വള്ളപ്പാട്ട് പാടി പ്രദക്ഷിണം വെച്ച് പോവുകയാണ്. ഈ തിരുവോണത്തോണിക്ക് എതിരേൽപ്പ് നൽകിക്കൊണ്ടാണ്. അതിൽ ഏറ്റവും മഹത്തായ സങ്കല്പം, ജനങ്ങൾ തന്നെ തിരുവോണത്തോണിയിലേക്ക് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും സമർപ്പിക്കുകയാണ്. പൂർണ്ണമായ സമർപ്പണമാണ്. അതിവിടെ കൊണ്ടുവന്ന് അതെല്ലാം നിവേദിച്ച്, പാചകം ചെയ്ത് നിവേദിച്ച് അത് പ്രസാദമായി ഈ തിരുവോണ ദിവസം നാട്ടിലുള്ള എല്ലാവരും വന്ന് ഈ ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ വന്നിരുന്നത് അത് കഴിക്കുന്നു, അന്നപ്രസാദമായിട്ട് കഴിക്കുന്നു. അത് വലിയൊരു സന്ദേശമല്ലേ? ജനങ്ങൾ സമർപ്പിക്കുന്നു, അത് ജനങ്ങൾ തന്നെ എല്ലാവരും കൂടി ചേർന്ന് പാചകം ചെയ്ത് അതൊരു ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കുന്നു. അപ്പോൾ അതിലാണ് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഉജ്ജ്വലമായ ഒരു മാനവികതയുടെ സന്ദേശമുള്ളത്. അത്തരത്തിലാണ് വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ആറന്മുളയിലെ ചില ചടങ്ങുകളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും തിരുവോണത്തോണിയിൽ ഓണവിഭവങ്ങളുമായി ഈ ആറന്മുള തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി രാവിലെ കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി എത്തിയിരുന്നു. അതും നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ ഇവിടേക്ക് എത്തി. എന്തായാലും രാവിലെ മുതൽ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നിപ്പോൾ വള്ളസദ്യ അടക്കം ഇനിയിപ്പോൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ആറന്മുള പത്തനംതിട്ടയെ സംബന്ധിച്ച് ഈ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ നേരിയ മഴ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ആളുകൾ നിരവധി ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അശ്വതി, രാജേഷ്.